അക്ലോറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് സൈക്കോളജിയിലെ മറ്റൊരു ക്വസ്റ്റ്യൻ മെത്തേഡുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. മുമ്പ് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ മെത്തേഡുകൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അത് നിങ്ങൾ കാണുക. അതിന്റെ പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ള ചോദ്യങ്ങളും അതുപോലെ തന്നെ മോഡലായിട്ടുള്ള ചോദ്യങ്ങളും ഒക്കെ ഇട്ടിട്ടുള്ളത്. നിങ്ങൾ ടോപ്പിക് പഠിക്കുമ്പോൾ ആ ഒരു ശൈലിയിലും ചോദ്യങ്ങൾ വരാം എന്നുള്ള രൂപത്തിൽ മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കണം നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പൊ ഇന്ന് നമ്മൾ ജോഡി ചോദ്യങ്ങളാണ് പറയുന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റായ ജോഡി, ശരിയായ ജോഡി എന്ന് പറഞ്ഞ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് സാധാരണ എല്ലാ കാറ്റഗറികൾക്കും വരാറുള്ള ഒരു ചോദ്യ മോഡലാണ്. അപ്പൊ അതിന്റെ പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ളതും മോഡലായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതൊരു മാതൃകയാണ്. നിങ്ങൾക്ക് നോക്കി ഇങ്ങനെ ചോദ്യങ്ങൾ വരാം, ഇങ്ങനെ ചോദ്യങ്ങൾ വരുമ്പോൾ ഈ രൂപത്തിൽ കണ്ടെത്തണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി കൂടിയാണ്. കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം കേട്ടോ. അപ്പൊ എങ്ങനെയാണ് നമുക്ക് നോക്കാം. കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഈ പറയുന്നത്, അല്ലെങ്കിൽ ഒരു മെത്തേഡാണ് ഈ പറയുന്നത്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വെച്ചിട്ടുണ്ടെങ്കിൽ ചോദ്യം തന്നെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കാരണം താഴെ പറയുന്നവയിൽ ചിലപ്പോൾ ആ ഒരു ടോപ്പിക് പറയാം, ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുള്ള അല്ലെങ്കിൽ വ്യക്തിത്വ മാപനവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളതിൽ താഴെ പറയുന്നതിൽ തെറ്റായ ജോഡി ഏതാണ്, ശരിയായ ജോഡി ഏതാണ്. അപ്പൊ എന്ത് നമ്മൾ ശ്രദ്ധിക്കണം. തെറ്റായ ജോഡിയാണോ ഉദ്ദേശിച്ചിട്ടുള്ളത്, ശരിയായ ജോഡിയാണോ എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലൊന്ന് കാണണം. ഇവിടെ നോക്കിയാൽ താഴെ പറയുന്നവർ തെറ്റായ ജോഡി ഏതാണെന്നുള്ളത്, തെറ്റായ ജോഡിയാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഒരെണ്ണം ഒഴിച്ച് ബാക്കിയെല്ലാം ശരിയായിരിക്കും. നേരെ മറിച്ച് ശരിയായ ജോഡി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഒരെണ്ണം ഒഴിച്ച് ബാക്കിയെല്ലാം എന്തായിരിക്കും, തെറ്റായിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ തെറ്റായ ജോഡിയാണ് കണ്ടെത്തേണ്ടത്. നമുക്ക് നോക്കാം. പ്രൊജക്റ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്ന പ്രക്ഷേപണ തന്ത്രം ഏതാണ്? സെന്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ് അല്ലെ, SCT എന്ന് പറയുന്നത് എന്താണ്? പ്രൊജക്റ്റീവ് ടെക്നിക്സിൽ പെട്ടതാണ്. ഞാൻ മുമ്പത്തെ ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുണ്ട്. വ്യക്തിത്വ മാപനത്തിൽ പറഞ്ഞിട്ടുള്ള 3 മെത്തേഡുകൾ, പ്രൊജക്റ്റീവ് ടെക്നിക്സ് ആയിരുന്നാലും സബ്ജക്റ്റീവ് മെത്തേഡ് ആയിരുന്നാലും ഒബ്ജക്റ്റീവ് മെത്തേഡ് ആയിരുന്നാലും അതിന്റെ കീഴിൽ വരുന്നത് കോഡ് വെച്ചിട്ട് തന്നെ നിങ്ങൾ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യുള്ളൂ, ഓർക്കാൻ സാധിക്കുള്ളൂ കേട്ടോ. നേരത്തെ പഠിച്ചു വെച്ചിട്ട് കാര്യമല്ല. പുതുതായിട്ട് പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് അവസാന നിമിഷത്തിലൊക്കെ പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതൊന്ന് കണക്ട് ചെയ്ത് പഠിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. പ്രൊജക്റ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത് സെന്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ്, സെന്റൻസ് കംപ്ലീഷൻ അഥവാ SCTA നമുക്ക് പ്രൊജക്റ്റീവ് ടെക്നിക്സിന്റെ ചാർട്ടിലാണ് വരുന്നത്. അത് ശരിയാണ്. സബ്ജക്റ്റീവ് മെത്തേഡിൽ കേസ് സ്റ്റഡി, ആത്മനിഷ്ഠ രീതിയിൽ വരുന്നതാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്, അതും ശരിയാണ്. പിന്നെ MMPI അഥവാ MMPI എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി ഇൻവെന്ററി ആണ്, അതും എന്താണ്, ശരിയാണ്. MMPI ഒരു പേഴ്സണാലിറ്റി ഇൻവെന്ററി ആണ്. MMPI ഒരു പേഴ്സണാലിറ്റി ഇൻവെന്ററി ആണ്. MMPI അഥവാ മിനസോട്ട മൾട്ടിഫേസ് ഇൻവെന്ററി എന്ന് പറയുന്നത് അതൊരു പേഴ്സണാലിറ്റി ഇൻവെന്ററിയിൽ പെട്ടതാണ്. എന്നാൽ CAT എന്ന് പറയുന്ന തീമാറ്റിക് അപ്രസെഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് മെത്തേഡ് അല്ല, അതെന്താണ്, പ്രൊജക്റ്റീവ് ടെക്നിക്സിൽ പെട്ടതാണ്. അപ്പൊ ഇവിടെ തെറ്റായ ജോഡി എന്ന് പറയുമ്പോൾ ഓപ്ഷൻ C ആണ്. അപ്പൊ 3 ശരിയാണ്. നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും തെറ്റായ ജോഡി എന്ന് പറയുമ്പോൾ ഒരെണ്ണം മാത്രം തെറ്റുണ്ട്, ബാക്കി ശരിയാണെന്നും, ശരിയായ ജോഡി എന്ന് പറയുമ്പോൾ ഒരെണ്ണം മാത്രം ശരിയുണ്ട്, ബാക്കി തെറ്റാണ് എന്ന് നിങ്ങളുടെ മൈൻഡിലേക്ക് ആദ്യം ഉറപ്പിക്കണം കേട്ടോ. ചില ആളുകൾ തെറ്റായ ജോഡി എന്ന് ചോദിച്ചിട്ട് ചിലപ്പോൾ ശരിയായിട്ടുള്ളത് കാണുമ്പോൾ അത് എടുത്തു വെക്കും, എഴുതി വെക്കും, ബബിൾ ചെയ്യും. അപ്പൊ അത് ശ്രദ്ധിക്കണം നിങ്ങൾ. ഞാൻ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. നിങ്ങളൊന്ന് ആൻസർ ചെയ്ത് നോക്കും കേട്ടോ. താഴെ പറയുന്നവയിൽ പഠന വൈകല്യവുമായി ബന്ധപ്പെട്ട തെറ്റായ ജോഡി ഏതാണ്? ഇത് തെറ്റായ ജോഡിയാണ്. നമുക്ക് നോക്കാം. അപ്പൊ ഒരെണ്ണം തെറ്റുണ്ട്, ബാക്കി ശരിയാണ്. ഡിസ്ലെക്സിയ എന്ന് പറയുന്നത് വായനയിലുള്ള പ്രയാസമാണ്, അത് ശരിയാണ്. നമുക്കറിയാം ഡിസ്ലെക്സിയ എന്ന് പറയുമ്പോൾ. അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് ആ ടോപ്പിക്കിനെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനും പഠിക്കാനും സാധിക്കും. മാത്രമല്ല ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയവർക്ക് മാത്രമേ ഈ ഒരു ചോദ്യത്തിലേക്ക് ആൻസർ എത്താൻ പറ്റുള്ളൂ. അതായത് ഈ തെറ്റായ ജോഡി, ശരിയായ ജോഡി എന്ന് പറയുമ്പോൾ ആ ഒരു ഏതെങ്കിലും ഒരു 1 വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ലല്ലോ. സോ അത് മനസ്സിലാക്കണം, ഇത് ശരിയാണ്, ഇത് ശരിയാണ്. ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അതിന്റെ കുറച്ചൊരു നോളജ് അതിനകത്ത് ഉണ്ടായിരിക്കണം. ഇനി ഡിസ്ഗ്രാഫിയ എഴുത്തിലുള്ള പ്രയാസമാണ്, അതും ശരിയാണ്. ഡിസ്കാലിക്കുലിയ എന്ന് പറയുന്നത്, ഡിസ്കാലിക്കുലിയ എന്ന് പറയുന്നത് ഗണിത ക്രിയയിലുള്ള മാത്സിലുള്ള പ്രയാസമാണ്, അതും ശരിയാണ്. നമുക്ക് തെറ്റായതാണ് വേണ്ടത്. ഡിസ്പ്രാക്സിയ എന്നത് കേൾവിയിലുള്ള പ്രയാസം, കേൾവിയിലുള്ള പ്രയാസമല്ല, ചലനപരമായിട്ടുള്ള പ്രയാസമാണ് എന്ന് നമ്മൾ മോട്ടോർ സ്കില്ലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ഡിസ്പ്രാക്സിയ എന്ന് പറയുന്നത്. അപ്പോൾ D ആണ് തെറ്റായ ജോഡിയായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏതാണ്? താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏതാണ്? നമുക്ക് നോക്കാം. ഇതും തിയറിയുമായിട്ട് ബന്ധപ്പെട്ട്, ലേണിംഗ് തിയറിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ബ്രൂണർ എന്താണ് കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ എന്ന് പറയുന്നത് ബ്രൂണറുടേതാണോ അല്ലയോ നമുക്ക് നോക്കണം. അതുപോലെ വൈഗോട്സ്കി മോർ നോളജബിൾ അതർ, അതുപോലെ ബന്ധൂര സോഷ്യൽ ലേണിംഗ് തിയറി, ഒസബിൾ റിവാർഡ് ലേണിംഗ് തിയറി. അപ്പൊ ശരിയാണ്, ബ്രൂണറുടെയാണ് എന്താണ് കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ എന്ന് പറയുന്നതും ഡിസ്കവറി ലേണിംഗ് എന്ന് പറയുന്നതും അതുപോലെ സ്പൈറൽ കരിക്കുലം എന്ന് പറയുന്നതും ഒക്കെ ബ്രൂണറുടേതാണ്, അത് ശരിയാണ്.
വൈഗോട്സ്കിയുടെയാണ് MKO എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. മരം കയറി ഓമനക്കുട്ടന്റെ കഥ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആ തിയറിയും ആ ടേംസും നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. ഒരിക്കലും നിങ്ങൾ എക്സാം കഴിഞ്ഞാലും മറന്നു പോകില്ല. ഓക്കെ, അതുപോലെ ബന്ദൂരയുടെ ആണ് സോഷ്യൽ ലേണിംഗ് തിയറി എന്ന് പറയുന്നത്, അതും കറക്റ്റ് ആണ്. ഒസബെലിന്റെ റിവാർഡ് ലേണിംഗ് എന്ന് പറയുന്ന ഒസബെലിന്റേതല്ല, സ്കിന്നറിന്റേതാണ് വരുന്നത്. അപ്പോൾ തെറ്റായ ജോഡി ഏതാണ്? ഡി ആണ് വരുന്നത്. ഓക്കെ, അടുത്തത് താഴെ പറയുന്നത് ശരിയായ ജോഡിയാണ്. അപ്പൊ ശരിയായ ജോഡി എന്ന് കേൾക്കുമ്പോൾ ഒരെണ്ണം മാത്രമേ ശരിയുള്ളൂ, ബാക്കിയൊക്കെ തെറ്റാണെന്ന് നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരണം. ബാക്കിയൊക്കെ തെറ്റായിരിക്കണം. മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തോണ്ടേക്ക്, മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തോണ്ടേക്കിൻ്റെതാണോ ആ വീഡിയോ? ഇന്റലിജൻസിന്റെ തിയറിയുടെ ആളിന്റെ പേരും ഒക്കെ വെച്ചിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, ചാനലിലുണ്ട്. ഒരു പ്രാവശ്യം കണ്ടാൽ മതി, നോട്ട് വേണ്ട. അത് പഠിച്ചിട്ടുള്ളവർക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കും. മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന് പറയുന്നത് തോണ്ടേക്കിൻ്റെതാണോ? അല്ല. മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഹവാർഡ് ഗാർഡനറുടേതാണ്. മൾട്ടി ഫാക്ടർ തിയറി ഗാർഡനറുടേതാണോ? അല്ല, അത് തോണ്ടേക്കിൻ്റെതാണ്. തിരിഞ്ഞു പോയതാണ് അല്ലെ. അപ്പോ ഒന്നും എയും ബിയും തെറ്റാണ്. ശരിക്കും മൾട്ടി ഫാക്ടർ വരുന്നത് തോണ്ടേക്കിൻ്റെതാണ്. ടു ഫാക്ടർ സ്റ്റേൺബർഗ് ആണോ? ടു ഫാക്ടർ സ്റ്റേൺബർഗ് അല്ല, സ്പിയർമാൻ ആണ്. അതുപോലെ ഗ്രൂപ്പ് ഫാക്ടർ തിയറി എന്ന് പറയുന്നത് തേഴ്സ്റ്റൺ ആണ്. അത് കറക്റ്റ് ആണ്. അപ്പൊ ശരിയായത് ഡി ആണ്, ബാക്കിയൊക്കെ തെറ്റാണ്. ഓക്കെ, ആൻസർ ചെയ്ത് നിങ്ങൾ നോക്കണം കേട്ടോ. താഴെ പറയുന്നതിൽ വീണ്ടും ഒരു തെറ്റായ ജോഡി വന്നിട്ടുണ്ട്. തെറ്റായ ജോഡി നമ്മൾ കണ്ടെത്തുക. ഏതാണ്? ഇതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഇതാണ് കേട്ടോ. ഈ സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസും ഇതേപോലത്തെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. മാസ്ലോ ഹൈറാർക്കി ഓഫ് നീഡ്സ് ശരിയാണോ? ശരിയാണ്. ബ്രൂണർ സ്കഫോൾഡിംഗ് ശരിയാണോ? ശരിയാണ്. ചിലർക്ക് സംശയം വരും, വൈഗോട്സ്കി അല്ലേ? വൈഗോട്സ്കി അല്ല. വൈഗോട്സ്കി അതിനകത്ത് എന്ത് ചെയ്താണ്, ആ ഒരു വേർഡിന് പോപ്പുലാരിറ്റി കൊടുത്തുള്ള വൈഗോട്സ്കി ആണ്. ബ്രൂണർ ആണ് ആ ടൈം ആദ്യമായിട്ട് കൊണ്ടുവന്നത് സ്കഫോൾഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രൂണറുടെ ഭാഗത്ത് വന്നാലും വൈഗോട്സ്കിയുടെ ഭാഗത്ത് വന്നാലും ശരിയാണ്. അപ്പോൾ അത് ശരിയാണ്. ഒസബെൽ ഡിസ്കവറി ലേണിംഗ് ആണോ? ഒസബെല്ലിൻ്റെതാണ് ഡിസ്കവറി ലേണിംഗ് അല്ല. നേരത്തെ നമ്മൾ പറഞ്ഞു ഡിസ്കവറി ലേണിംഗ് എന്ന് പറയുന്നത് ബ്രൂണറുടേതാണ്. ഗാഗ്നെ ഹൈറാർക്കി ഓഫ് ലേണിംഗ് അത് കറക്റ്റ് ആണ്. അപ്പോൾ ഇവിടെ തെറ്റായ ജോഡി എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ക്ലിയർ ആയല്ലോ? ഇങ്ങനെ ഓരോന്നും ചിന്തിച്ചിട്ട് വേണം നിങ്ങൾ ആൻസറിലേക്ക് പോകാൻ. എടുത്തു ചാടി നിങ്ങൾ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചോദ്യമാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. തെറ്റായ ജോഡിയാണോ ശരിയായ ജോഡിയാണോ എന്നുള്ള ഫോക്കസ് ചെയ്യുക. എന്നിട്ട് വേണം നിങ്ങൾ ഓപ്ഷൻ വായിക്കാൻ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, തെറ്റായ ജോഡി. വീണ്ടും തെറ്റായ ജോഡിയാണ് തിരഞ്ഞെടുക്കേണ്ടത്. തിയറി ഓഫ് മോറൽ ഡെവലപ്മെന്റ്. അപ്പൊ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ നമ്മൾ ടേംസുകൾ, അതുപോലെ തന്നെ തിയറിയുടെ പേരുകൾ, അത് കൊണ്ടുവന്നിട്ടുള്ള ആളുകൾ, ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആളുകൾ, ഇതെന്തായിരുന്നാലും ആണ് സാധാരണ നിലക്ക് ചോദിച്ചിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ഏരിയ നമ്മൾ പഠിക്കുമ്പോൾ അതിന് സെപ്പറേറ്റ് ആയിട്ട് കൊണ്ട് തന്നെ ഓരോ തിയറിയും അതിന് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആളുകളുടെ പേര് നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ഇവിടെ തിയറി ഓഫ് മോറൽ ഡെവലപ്മെന്റ് കോൾബർഗിൻ്റെതാണോ? ശരിയാണ്. തിയറി ഓഫ് മോറൽ ഡെവലപ്മെന്റ് കോൾബർഗ് ആണ്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എല്ലാവർക്കും അറിയാം, ജീൻ പിയാഷെയാണ് അല്ലെ. ജീൻ പിയാഷയുടേതാണ്. തിയറി ഓഫ് മോട്ടിവേഷൻ അബ്രഹാം മാസ്ലോ കറക്റ്റ് ആണ്. തിയറി ഓഫ് ഹൈറാർക്കി ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് ആരാണ്? ബ്രൂണർ അല്ല. അത് ആരുടേതാണ് വരുന്നത്? ഹവാർഡ്. അത് തെറ്റായ ജോഡിയാണ്, കാരണം ബ്രൂണറുടേതല്ല, അത് ഗാഗ്നയുടേതാണ്. തിയറി ഓഫ് ഹൈറാർക്കി ഓഫ് ലേണിംഗ് ഗാഗ്നയുടെ ആണ് വരുന്നത്. അപ്പോൾ തെറ്റായിട്ടുള്ളത് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അടുത്തത് തോണ്ടേക്കിന്റെ പഠന നിയമങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ ജോഡി ഏതാണ് എന്നുള്ള കണ്ടെത്തണം. തോണ്ടേക്കിന്റെ ലോസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശരിയായിട്ടുള്ള ലോസ് ഏതാണ്, അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ആശയം പറയുന്നത് ഏതാണ്? സന്നദ്ധതാ നിയമം അഥവാ ലോ ഓഫ് റെഡിനെസ് എന്ന് പറയുന്നത് പരിശീലനം വഴി പഠനം മെച്ചപ്പെടുത്തലാണോ? അല്ല. ലോ ഓഫ് റെഡിനെസ് അതിനകത്ത് തയ്യാറാകുക അല്ലെ. കുട്ടികൾ തയ്യാറാകാനുള്ള അഭിപ്രേരണ നമ്മൾ കൊടുക്കണം. അപ്പോൾ പരിശീലനം വഴി പഠനം മെച്ചപ്പെടുത്തുക എന്നുള്ളതല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് തെറ്റാണ്. ലോ ഓഫ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ പഠിക്കാൻ ശാരീരികവും മാനസികവുമായ ഒരുക്കം വേണം എന്നുള്ളതാണോ? അല്ല. അത് പരിശീലനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒത്തിരി തവണ പരിശീലിച്ചിട്ടുണ്ടെങ്കിൽ പഠനം കുറച്ചും കൂടി എളുപ്പമാകും എന്നുള്ള സംഭവമാണ് അവിടെ പറയുന്നത്. ഫല നിയമം ലോ ഓഫ് ഇഫക്റ്റ് എന്ന് പറയുന്നത് പഠനാനുഭവം സന്തോഷകരമാണ് എങ്കിൽ പഠനം ദൃഢമാകും അല്ലെ. അതിന്റെ റിസൾട്ട് കിട്ടി, അതിനൊരു സന്തോഷകരമാണെങ്കിൽ അതെന്ത് ചെയ്യും, ആ പഠനം ദൃഢമാകുന്നു എന്ന് പറയുന്നത് ലോ ഓഫ് ഇഫക്റ്റ് ആണ്. ലോ ഓഫ് യൂസ് എന്ന് പറയുന്നത് പഠിച്ച കാര്യങ്ങൾ മറന്നു പോകും, അതും തെറ്റാണ്. കാരണം ലോ ഓഫ് എക്സസൈസിൽ വരുന്നതാണ് ലോ ഓഫ് യൂസും ലോ ഓഫ് ഡിസ്യൂസും എന്ന് പറയുന്നത്. ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പഠനത്തെ നമുക്ക് ദൃഢമാക്കി കൊണ്ടുപോകാൻ സാധിക്കും. ഇനി ഉപയോഗിച്ചില്ലെങ്കിൽ അത് അങ്ങനെ തന്നെ പോകും. സോ അതാണ് ലോ ഓഫ് എക്സസൈസിൽ പറയുന്നത്. ഇവിടെ കറക്റ്റ് വരുന്നത് ഫല നിയമമാണ്. ലോ ഓഫ് ഇഫക്റ്റ് ആണ്. പഠനാനുഭവം സന്തോഷകരമാണെങ്കിൽ എന്ത് ചെയ്യും, ആ പഠനം അവിടെ ദൃഢമായി നിൽക്കും അല്ലെ. അപ്പോൾ ആ ഇഫക്റ്റ് കിട്ടാനുള്ള സംഭവങ്ങൾ ടീച്ചർ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. താഴെ പറയുന്നത് തെറ്റായ ജോഡി ഏതാണ്? വീണ്ടും വന്നിട്ടുണ്ട് തെറ്റായ ജോഡി.
ഇവിടെ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളും ശ്രദ്ധിക്കാറ്. തെറ്റായ ജോഡിയിൽ ടേംസുകളും പഠിക്കുക, അതുപോലെ തന്നെ തിയറി, അതിന്റെ ആളുകളുടെ പേരുകളും പഠിക്കുക. അത്തരം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് അധികവും കണ്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ നോക്കി ഇതേപോലത്തെ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് കുട്ടിയുടെ പ്രവർത്തനങ്ങൾ, തെറ്റായ ജോഡിയാണ് കണ്ടിട്ടുണ്ട്. കുട്ടിയുടെ മൂന്നെണ്ണം ശരിയായിരിക്കും. കുട്ടിയുടെ പ്രവർത്തനങ്ങൾ കാലക്രമേണത്തിലുള്ള ശേഖരമാണ്. കുട്ടിയുടെ പ്രവർത്തനങ്ങളുടെ പഠന പ്രവർത്തനങ്ങളുടെ കാലക്രമത്തിലുള്ള ശേഖരണമാണ് പോർട്ട്ഫോളിയോ, ശരിയാണ്. അനക്ഡോട്ട് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ പെരുമാറ്റത്തെ കുറിച്ചുള്ള വിവരണാത്മക കുറിപ്പാണ് അല്ലെ. ആ കുട്ടിയുടെ ചില സാഹചര്യങ്ങളിൽ പെട്ടെന്നുണ്ടാകുന്ന പെരുമാറ്റത്തെ കുറിച്ചുള്ള കുറിപ്പുകളാണ് ഇതിനകത്തുള്ളത്. അനക്ഡോട്ട് റെക്കോർഡിലുള്ളത്. ക്യൂമുലേറ്റീവ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ അക്കാദമിക്, അത് ശരിയാണ് കേട്ടോ, ബി ശരിയാണ്. അക്കാദമിക് വിവരങ്ങൾ മാത്രം അടങ്ങിയതാണ് ക്യൂമുലേറ്റീവ് റെക്കോർഡ്. സോഷ്യോഗ്രാം ഗ്രൂപ്പിലെ ബന്ധങ്ങൾ ചിത്രീകരിക്കുന്ന പടമാണ്, ശരിയാണ് അല്ലെ. ഒരു സോഷ്യോമെട്രി എന്ന് പറയുന്ന സംഭവം അല്ലെ, അതായത് സാമൂഹിക ബന്ധം അറിയാനുള്ള ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റ് ആണത്. അപ്പൊ അത് കാണിച്ചു തരുന്ന ഒരു ഗ്രാഫാണ് സോഷ്യോഗ്രാം എന്ന് പറയുന്നത്, അത് ശരിയാണ്. ക്യൂമുലേറ്റീവ് റെക്കോർഡ് എന്ന് പറയുമ്പോൾ അക്കാദമിക് വിവരങ്ങൾ മാത്രമാണോ വരുന്നത്? അല്ല, കുട്ടിയുടെ എല്ലാ വിവരങ്ങളും ഉണ്ടാവും അല്ലെ, ശാരീരികവും മാനസികവും എല്ലാ വിവരങ്ങളും അത് ഉണ്ടാവും. അപ്പൊ അത് അക്കാദമിക് സംഭവങ്ങൾ മാത്രമല്ല. തെറ്റായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ തെറ്റായ ജോഡി ഏതാണ് എന്നുള്ളതാണ്. റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത് ഗുണപരമായ അളക്കലാണ്. ചെക്ക് ലിസ്റ്റ് ഒരു സ്വഭാവം ഉണ്ടോ ഇല്ല എന്ന് പരിശോധിക്കലാണ്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പഠിച്ച കാര്യങ്ങൾ പരീക്ഷിക്കലാണ്. പ്രൊജക്ട് എന്ന് പറയുന്നത് പ്രായോഗിക പ്രവർത്തനം വഴിയുള്ള വിലയിരുത്തലാണ് അല്ലെ. റേറ്റിംഗ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ റേറ്റിംഗ് സ്കെയിൽ പറഞ്ഞിട്ടുണ്ട് ഒരാൾക്കുള്ള ഗുണം അല്ലെ, അതിങ്ങനെ റേറ്റിംഗ് കൊടുക്കുക. നമ്മൾ സാധാരണ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ റേറ്റ് കൊടുക്കൂലേ, 5 സ്റ്റാർ 3 സ്റ്റാർ എന്നൊക്കെ പറഞ്ഞാൽ അതന്നെ. അപ്പൊ അത് ശരിയാണ്, തെറ്റായതാണ് കണ്ടെത്തേണ്ടത്. ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്ന സ്വഭാവം ഉണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കലാണ് ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ. അതും നമ്മൾ കണക്ട് ചെയ്തിട്ട് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, അതും ശരിയാണ്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ പഠിച്ച കാര്യങ്ങൾ പരീക്ഷിക്കലാണ്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ പഠിച്ച കാര്യങ്ങൾ പരീക്ഷിക്കലല്ല, ഫ്യൂച്ചറിലുള്ള ഒരു കുട്ടിയുടെ സ്കില്ലിനെ നമ്മൾ അളക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. പഠിച്ച കാര്യങ്ങൾ നമ്മൾ പരീക്ഷിക്കുന്നത് അച്ചീവ്മെന്റ് ടെസ്റ്റിലൂടെയാണ്. അപ്പോൾ സി തെറ്റാണ്, ബാക്കി മൂന്നും ശരിയാണ്. സി ആണ് തെറ്റായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പ്രതിരോധ തന്ത്രങ്ങളിൽ താഴെ പറയുന്നത് തെറ്റായ ജോഡി ഏതാണ്? പ്രതിരോധ തന്ത്രങ്ങൾ അഥവാ ഡിഫൻസ് മെക്കാനിസത്തിൽ താഴെ പറയുന്ന തെറ്റായ ജോഡി ഏതാണെന്നുള്ള ചോദ്യം. ഐഡന്റിഫിക്കേഷൻ പ്രശസ്തരായ വ്യക്തികളെ അനുകരിച്ച് ആത്മസംതൃപ്തി നേടുക എന്നുള്ളതാണ്. അതായത് ഒരാൾക്ക് നേടാൻ പറ്റാത്ത ഒരു കാര്യം വേറൊരാൾ നേടിക്കഴിയുമ്പോൾ പ്രത്യേകിച്ച് തന്റെ അടുത്തവരോ അല്ലെങ്കിൽ പ്രശസ്തരായവരോ ചെയ്ത് കാണുമ്പോൾ അതിനകത്ത് സന്തോഷം കാണുക, അതാണ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ. അത് ശരിയാണ്. റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ മുതിർന്നവർ കുട്ടികളെ പോലെ കരയുകയോ പെരുമാറുകയോ ചെയ്യുക, അതും ശരിയാണ്. റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരിനകത്തും ആവർത്തിച്ചിട്ടുണ്ടായിരുന്നു. പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ സ്വന്തം കുറ്റം മറ്റൊരാളിൽ ആരോപിക്കലാണ്, അതും ശരിയാണ്. വിഡ്രോവൽ എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ പോസിറ്റീവായി അനുകരിക്കുക. വിഡ്രോവൽ എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളെ പോസിറ്റീവായിട്ട് അനുകരിക്കൽ. എല്ലാ പേരിൽ തന്നെ ഉണ്ട്. ഒരു പ്രശ്നം വരുമ്പോൾ അതിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക, മാറി നിൽക്കുക എന്നുള്ളതാണ് വിഡ്രോവൽ എന്ന് പറയുന്ന ഡിഫൻസ് മെക്കാനിസത്തിലൂടെ ചെയ്യുന്ന. ഒരു പ്രോബ്ലം വരുമ്പോൾ ഒന്നിലേക്ക് ഒരു കോമ്പൻസേഷൻ അവിടെ ഇതാക്കാം അല്ലെ, നമ്മൾ പറഞ്ഞോട്ട് ഓക്കെ അതിനെ ഇതാക്കി പോകാം. അതല്ലെങ്കിൽ വിട്ടു നിൽക്കുക, ഒഴിഞ്ഞു മാറുക, എനിക്കത് ഇതാക്കാൻ താല്പര്യമില്ല, ഒഴിഞ്ഞു മാറുക, ആ രൂപത്തിൽ ചെയ്യുന്ന ഡിഫൻസ് മെക്കാനിസമാണ് വിഡ്രോവൽ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഡി ആണ്, പോസിറ്റീവായിട്ട് അനുകരിക്കലല്ല, ഡി ആണ് തെറ്റായ ജോഡിയായിട്ട് വരുന്നത്. അപ്പൊ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് തെറ്റായ ജോഡി ശരിയായ ജോഡി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ മെത്തേഡിൽ സാധാരണയായിട്ട് വരുന്നത്. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കുകയും അതിനനുസരിച്ച് ഓപ്ഷനിലേക്ക് നിങ്ങൾ പോവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആൻസറിലേക്ക് എത്താൻ പറ്റും. കാരണം ഏറ്റവും അധികം ആളുകളെ തെറ്റുന്ന ഒരു മെത്തേഡുകളിൽ ഒന്നാണ് ഈ പറയുന്നത്. കാരണം ചിലപ്പോൾ അവരുടെ ആ ചോദ്യത്തിന് എന്താണ് ശരിയാണോ തെറ്റാണോ ഉദ്ദേശിച്ചതെന്ന് അവർ മൈൻഡിൽ നിൽക്കില്ല. അവർ ഏതെങ്കിലും അവർ ശരിയായിട്ടുള്ള ആൻസർ ആണ് ഇതുവരെയും ചെയ്തു വരുന്നത്. അങ്ങനെയാണല്ലോ ഓപ്ഷനിൽ നമ്മൾ നോക്കുമ്പോൾ ശരിയായ ആൻസർ എന്നാണല്ലോ വരുന്നത്. അപ്പൊ ഇവിടെ എത്തുമ്പോൾ തെറ്റായ ജോഡിയാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാം ശരിയായിട്ടുള്ള മുമ്പത്തെ ചോദ്യത്തിൽ ശരിയായിട്ടുള്ള ആൻസർ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. സോ ഇവിടെയും ആ ഒരു ഇത് മൈൻഡിൽ കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒന്നാമത്തെ ഓപ്ഷൻ അത് ശരിയാണല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ഓപ്ഷൻ എടുത്തെഴുതും. അങ്ങനെയാണ് പലരും തെറ്റുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സോ അങ്ങനെയല്ല, ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നിങ്ങൾ ഓപ്ഷനിലേക്ക് പോകുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ മെത്തേഡ് നിങ്ങൾക്ക് സിമ്പിൾ ആണ് എന്ന് വിചാരിക്കുന്നു. അത്ര സിമ്പിൾ അല്ല, കുറച്ചൊന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി സിമ്പിൾ ആകും. കുറെ ചോദ്യങ്ങൾ ഇതിന്റെ രൂപത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ മെത്തേഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.